ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുത്താലിം സുഹൃത്തുക്കൾ, എനിക്കിന്നിവിടെ ഈ ഒരു അസുലഭ മുഹൂർത്തത്തിൽ ചർച്ച ചെയ്യാൻ കിട്ടിയിട്ടുള്ള വിഷയം മഹ്ശറിലെ ഭയാനകതകളെ കുറിച്ച്. നമുക്കറിയാം, നാം ഓരോരുത്തരും ഈ ഒരു ലോകത്തെ ജീവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകേണ്ടതാണ്. തീർച്ചയാണ് ഒരിക്കൽ നമുക്കും മരണം സംഭവിക്കും. നമുക്കറിയില്ല എന്നാണത്. അള്ളാഹുവിന്റെ ഖലാ വരുമ്പോൾ നമ്മളും അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകും. പക്ഷെ നമ്മളാരും ചിന്തിച്ചു പോകുന്നില്ല, ഈ ഒരു ലോകത്തിൽ നിന്ന് മരണപ്പെടേണ്ടവരാണ്. പല ആളുകളുടെയും കാട്ടിക്കൂട്ടലുകൾ കണ്ടാൽ അങ്ങനെയാണ് നമുക്കൊക്കെ തോന്നുക. സോഷ്യൽ മീഡിയകളൊക്കെ തുറന്നാൽ പിന്നെ പറയേണ്ടതില്ല. വളരെ മോശമായ രീതിയിലാണ് നമ്മുടെയൊക്കെ ഈ കാലഘട്ടം കഴിഞ്ഞു പോകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ഏറെയും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് മഹ്ശറയെ കുറിച്ച്, അല്ലെങ്കിൽ ആഖിറത്തിനെ കുറിച്ച്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളി നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകുന്നു. അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നു. നമ്മുടെ അടുക്കലേക്ക് മലക്കുകൾ വന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഉത്തരം പറയാൻ കഴിയുന്നവർ ഉത്തരം പറയുന്നു, അതിന് കഴിയാത്തവർ നിസ്സഹായരാകുന്നു. മഹ്ശറയിൽ രണ്ട് ചോയ്സ് ആയിരിക്കും നമുക്ക് തരിക. നമുക്ക് തരുകയായിരിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടിടലായിരിക്കും. ഒന്നില്ലെങ്കിൽ നരകത്തിലായിരിക്കും, ഒന്നില്ലെങ്കിൽ സ്വർഗത്തിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കൽ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ വരിക. നിസ്കാരം കഴിഞ്ഞ് വരുന്ന സമയത്തിൽ ആയിഷ ബീവിയുടെ വാതിൽക്കൽ ചെന്നുകൊണ്ട് വിളിച്ചു, ആയിഷ, ഓ ആയിഷ, നിങ്ങൾ എവിടെയാണ്? ആയിഷ ബീവി ഉള്ളിൽ ഒരു മൂലയിൽ ചടഞ്ഞിരിക്കുകയായിരുന്നു. എന്തു പറ്റി ആയിഷ എന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോൾ ആയിഷ ബീവി കരഞ്ഞുപോയി. എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ മഹ്ശറയെ കുറിച്ച് ഓർത്തിട്ട്, നാളെ മരിച്ചു കഴിഞ്ഞാൽ, മരണപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കലുള്ള ശിക്ഷ എന്തായിരിക്കും എന്നെല്ലാം ആലോചിച്ചിട്ടാണ് കരഞ്ഞുപോയത്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ തന്നെയായിരിക്കും എല്ലാവർക്കും തുണ, എല്ലാവരുടെയും ശഫാഅത്ത് ചെയ്യുന്നതും ഞാൻ തന്നെയായിരിക്കും. നമ്മുടെ എല്ലാ ആളുകളെയും പരലോകത്ത് മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുന്ന സമയത്തിൽ ഒരു ചാൺ സൂര്യന്റെ താഴെ വിയർപ്പിൽ കുളിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിലാവുന്ന സമയത്തില് എല്ലാ നബിമാരുടെ അടുക്കലും നമ്മൾ സഹായം ചെന്നെത്തും. പക്ഷെ ആരും സഹായിക്കാൻ അർഹരാവുന്നില്ല. അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് ശുപാർശ ചെയ്യും. നബി തങ്ങൾ സുജൂദിൽ വീണുകൊണ്ട് പടച്ച റബ്ബിനോട് കേണപേക്ഷിക്കും, എന്റെ ഉമ്മത്തിനെ ഒന്ന് കരകയറ്റാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കും. ഇത്രമേൽ ഭയാനകമായതായ മഹ്ശറയിലാണ് നാം എല്ലാം ഒരുമിച്ച് കൂടേണ്ടത്. പടച്ച റബ്ബ് നമ്മെ കാക്കുമാറാവട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.